ഹലോ, ഒരു ക്ഷേത്ര ദർശനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ കല്യാണമൊക്കെ അടിപൊളിയായിട്ടാണല്ലോ സാധാരണ ചെയ്യുക. നമ്മൾ വീക്കൂട്ടിങ് നടത്താൻ കൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയോ നോക്കി നടക്കുകയാണ്. അപ്പോൾ അവർ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ചായയൊക്കെ കുടിച്ചാൽ നമ്മൾ അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ തിരുപ്പുറം കൊണ്ടുപോകാൻ പറഞ്ഞില്ല അമ്പലത്തിലോട്ട്. നമ്മൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കടന്നൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കല്യാണമൊക്കെ നടക്കണതിൻ്റെ നിൽക്കുന്നത്. അപ്പോൾ തിരുപ്പൂർ കൊണ്ടുപോകത്തില്ലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ടതും ഷഷ്ടിയായിരുന്നു കേട്ടോ. പ്രധാന ഇതാണല്ലോ മുരുക ഭഗവാൻ. നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ കിടന്നുറങ്ങുക കേട്ടോ. ശരിക്കും അമ്പലത്തിൽ പോലും നടക്കാൻ ഗ്യാപ്പില്ല. അത്രയും ആൾക്കാരവിടെ കിടന്നുറങ്ങണം. അവർ എത്രയോ ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. കാരണം മുരുകൻ്റെ പ്രത്യേകം ഇതാണല്ലോ സ്കന്ദഷഷ്ടികളൊക്കെ. അപ്പോൾ നമ്മൾ അകത്തോട്ട് ഇങ്ങനെ കയറുക കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കവാടവും അതേപോലെ തന്നെ എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ട്. കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. വഴി നീങ്ങുന്നില്ല. ഞങ്ങൾ നിന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. കാരണം വിശേഷ ദിവസമല്ലേ. നമ്മൾ മുകളിൽ കൂടെയൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ താഴത്ത് നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് എന്താണ്. അങ്ങോട്ട് കയറുമോ അകത്തോട്ട് കയറി നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറി നല്ലോണം തൊഴുതി. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ മാത്രമാണ് മുരുകൻ്റെ വേലി അഭിഷേകം ചെയ്യുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രസമൊക്കെ. അമ്പലം ഭയങ്കര നല്ലൊരു ഭംഗിയാണ്. കാരണം മലയുടെ മുകളിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമൊക്കെ നമ്മൾ തൊഴുതിയായിരുന്നു. ഇതാണ് ഇന്നത്തെ വിശേഷം. ബായ്.